ഓക്കെ, നമ്മുടെ സോഷ്യലിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹിക നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹിക നിയന്ത്രിത ഏജൻസി ഏതാണ്? ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനായിട്ട് സാമൂഹിക നിയന്ത്രണ ഏജൻസികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാനായിട്ട് അവകാശമുള്ള സാമൂഹിക നിയന്ത്രിത ഏജൻസി ആരാണ് അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുടുംബമാണോ, വിദ്യാലയമാണോ, രാഷ്ട്രമാണോ അതോ മതമാണോ? ഏതറിയാലോ, രാഷ്ട്രം അല്ലേ. രാഷ്ട്രമാണ്. എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ഉടനെ പറയില്ലേ, ഓർഡർ ഇടും, അവനെ പിടിച്ച് കെട്ടിക്കോ, അല്ലെങ്കിൽ അവരെ എന്നാണ് തളച്ചോ എന്ന് വേണേൽ പറയില്ലേ. അപ്പോൾ ആരാണ്? നമ്മുടെ രാഷ്ട്രമാണ് ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹിക നിയന്ത്രിത ഏജൻസി. ഓക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആൻസേഴ്സ് നോക്കാം. ഇവിടെ വരേണ്ട ഉത്തരം രാഷ്ട്രമാണ്. നോക്കിയേ, സമാധാനപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്തുവാനും ഓരോ സാമൂഹിക സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുമാണ് സാമൂഹിക നിയന്ത്രണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമാധാനപൂർണമായി ചുറ്റുപാട് ഉറപ്പുവരുത്തുവാനും അതേപോലെ തന്നെ ഓരോ സാമൂഹിക സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുകൾക്കും പറയുന്ന പേരാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി സാമൂഹിക നിയന്ത്രണം നടത്തുന്ന സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് കുടുംബമുണ്ട്, മതമുണ്ട്, വിദ്യാലയമുണ്ട്, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും പേർക്കാണ് സാമൂഹിക നിയന്ത്രണം നടത്തുവാനായിട്ടുള്ള അധികാരമുള്ളത്. ഇനി അതുപോലെ തന്നെ സാമൂഹിക നിയന്ത്രണം നടത്തുന്ന ഔപചാരിക സ്ഥാപനങ്ങളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം. നമുക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസും കോടതിയും ജയിലിലൊക്കെ നമ്മളെ പിടിച്ചിട്ട് പട്ടാളമൊക്കെ വന്ന് ഇടപെടും അല്ലേ. ഓർത്തിരിക്കണം, ഔപചാരിക നിയന്ത്രണം നടത്തുന്ന സ്ഥാപനങ്ങളാണ് പോലീസുണ്ട്, കോടതിയുണ്ട്, ജയിലുണ്ട്, പട്ടാളമുണ്ട്. ഇനി അർദ്ധസംഘങ്ങൾ എന്നാൽ ആളുകളുടെ കൂട്ടമെന്നാണ് അർത്ഥം കേട്ടോ. അർദ്ധസംഘങ്ങൾ എന്നാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടം എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത്, നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേട്ടോ. ഈ ഒരു പോയിന്റ് നോക്കിയാൽ എന്താണ്? ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നുണ്ടാവുന്നതാണ് സാമൂഹിക സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ടോ അല്ലാതെയോ, ഒന്നെങ്കിൽ ഡയറക്റ്റ് ആകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം. നമ്മൾ ആശയവിനിമയം നടത്തണം, അതിൽ ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നുണ്ടാക്കുന്നവയ്ക്ക് പറയുന്ന പേരാണ് സാമൂഹിക അല്ലെങ്കിൽ സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ ശ്രമങ്ങൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കി സാമൂഹിക സംഘങ്ങളെ എത്രയാക്കി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. അംഗബലം, അതുപോലെ അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ എന്നിവയൊക്കെ നോക്കി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇനി അടുത്ത് ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ചെറുസംഘം അറിയപ്പെടുന്നത് പ്രാഥമിക സംഘം. നമ്മുടെ കുടുംബമൊക്കെ അതിൻ്റെ അകത്ത് വരും കേട്ടോ. നമുക്കറിയാലോ, അടുത്ത് ബന്ധം വെച്ച് പുലർത്തുന്നവരും അപ്പൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, അനിയൻ, അനിയത്തി അല്ലേ, കൊച്ചുമക്കൾ, വല്യപ്പൻ, വല്യമ്മ, ഇതൊക്കെ അടുത്ത് ബന്ധം പുലർത്തുന്നവരാണ്. അടുത്തത് മുഖാമുഖം, നേരിട്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട്. മുഖാമുഖം, മൂത്ത് നോക്കി തന്നെ ആശയവിനിമയം നടത്തുന്നവരുണ്ട്, പരസ്പരം സഹകരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവരുടെ ചെറുസംഘം അറിയപ്പെടുന്നത് പ്രാഥമിക സംഘമാണ്. പ്രാഥമിക സംഘത്തിന് ബെറ്റർ എക്സാമ്പിൾ നമ്മുടെ കുടുംബം കേട്ടോ. നമ്മുടെ കുടുംബമാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. അംഗങ്ങളുടെ എണ്ണം കൂടുതലും അനൗപചാരിക ബന്ധം പുലർത്തുന്നവരും പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായ സംഘങ്ങൾ അറിയപ്പെടുന്നത് നമ്മുടെ ദ്വിതീയ സംഘങ്ങൾ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ലൈബ്രറി, അതുപോലെ തന്നെ ടീമുകൾ അല്ലേ, നമ്മുടെ ഫുട്ബോൾ ടീം, ബാസ്ക്കറ്റ്ബോൾ ടീം, ഇങ്ങനെയൊക്കെയില്ലേ, അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ് അവിടെ. അതുപോലെ തന്നെ ഔപചാരിക ബന്ധം പുലർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റില്ല. എന്തെങ്കിലും വീട്ടിലൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉടനെ അവരെല്ലാം ഒത്തുകൂടി പരിപാടികൾ നടത്തും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ദ്വിതീയ സംഘങ്ങൾ. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്ലബ്ബുകളും അതുപോലെ തന്നെ ഫുട്ബോൾ ടീമും കേട്ടോ. ഓർത്തിരിക്കണം, മറന്നുപോലെ ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? നമുക്കറിയാം 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യനെ നമ്മുടെ ദേശസാൽക്കരിച്ച്, അതായത് ദേശത്തിൽ മൊത്തത്തിലായിട്ട്
രൂപീകരിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBTയും SBIയും ഇപ്പം ഒരുമിപ്പിച്ചു. അതറിഞ്ഞായിരുന്നോ? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എന്താണ് ഒരുമിപ്പിച്ച് ക്ലബ്ബാക്കിയാണ് ഇപ്പം പ്രവർത്തിച്ചു പോകുന്നത് കേട്ടോ. ഓർത്തിരിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അവിടുത്തെ ആൻസർ വരേണ്ടത്. പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ആരാ? ബാങ്കുകളുടെ ബാങ്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരാൾ ക്വസ്റ്റ്യനാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താ? ഏതാ? RBI കേട്ടോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ആൻസേഴ്സ് നോക്കാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 1955 എന്ത് ചെയ്തത്? പുനഃനാമകരണം ചെയ്തത്. ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ കെയ്ൽസ് ആണ്. ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത് 1955. അടുത്തത് SBI ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1955 നമ്മുടെ SBI ദേശ സാക്ഷാത്കരിക്കപ്പെട്ട വർഷമായിട്ട് അറിയപ്പെടുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? SBIയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഖാര കേട്ടോ. ഇതിലുള്ള PDF-ലുള്ളത് ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള PDF ആണ് കേട്ടോ. ഇത് തന്നെ പഠിച്ചാൽ മതി. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖാരയാണ്. അടുത്ത SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ കേട്ടോ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് അരുന്ധതി ഭട്ടാചാര്യ. അടുത്തത് മുൻ ഇടപാടുകാരെ തിരിച്ചു കൊണ്ടുവരാൻ SBI ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. അതായത് മുൻ നമ്മുടെ അവിടെ എന്താണ് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ SBI ആരംഭിച്ച പുതിയ പദ്ധതിക്ക് പറയുന്ന പേരാണ് ബാങ്ക് വാപ്പസി. ഇനി മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്ക് SBI തന്നെയാണ് കേട്ടോ. അപ്പം മിക്ക ഇതിലും ഉണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഇവർ തുടങ്ങിയത് ആരാണ്? നമ്മുടെ SBI തന്നെയാണ് കേട്ടോ. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതകൾ നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കാണ്. ഇസ്രായേലിൽ ശാഖ തുടങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖയുള്ള ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്കാണ് കേട്ടോ. ഇത്രയും പ്രത്യേകതകൾ നമ്മുടെ എന്തുണ്ട്? SBIക്ക് ഉണ്ട്. വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ SBIയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് വേണം ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ SBI ആരംഭിച്ച കാർഡ്ലെസ് കാഷ് വിഡ്രോവൽ സർവീസിന് പറഞ്ഞ പേരാണ് യോനോ കാഷ്. നമ്മളൊക്കെ എല്ലാം കയ്യിലുണ്ടല്ലോ. യോനോ എന്ന് പറഞ്ഞാൽ SBI അക്കൗണ്ട് ഉള്ളവർക്ക് അല്ലേ, യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ എന്താണ് നമുക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂറാണ്. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ. അതുപോലെ തന്നെ ജയ്പൂരിൽ ചേർന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരമായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ നിന്ന് ചോദിച്ചാൽ കറണ്ടായിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. നമുക്കറിയാമല്ലോ NSC BSc അറിയാമോ? എന്നതാണ് NSC BSc? എന്നാ സംഭവം? എന്നാ NSC BSc കേട്ടിട്ടുണ്ടോ? NSC BSc പത്രമൊക്കെ വായിക്കുന്നവർക്കറിയാം. എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന ബിസിനസ് പേജിൻ്റെ അകത്ത്. പോട്ടെ, സെൻസെക്സ് നിഫ്റ്റി കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ലേ? സെൻസസ് നിഫ്റ്റിയും കേട്ടിട്ടില്ലേ നിങ്ങൾ? സെൻസസ് ഇടിഞ്ഞു, നിഫ്റ്റി കയറി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? അതിൻ്റെ അകത്തുള്ളതാണ് NSC BSc. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? കറണ്ടായിട്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. അവരെ നിയന്ത്രിക്കുന്ന ആരാണെന്നറിയോ? സെബി കേട്ടോ. SCBI സെബിയാണ് അവരെ നിയന്ത്രിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, സെബിയാണ് SCBI. സെബിയാണ് നമ്മുടെ ഈ ഷെയർ മാർക്കറ്റിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് പോകുന്നത് കേട്ടോ. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും, അതായത് NSEയിലും BSEയിലും വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിയന്ത്രിച്ച് പോകുന്നവരാണ് നമ്മുടെ സെബിയാണ് കേട്ടോ. SCBI സെബിയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യയിലെ രാജ്യസേവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെ താഴെ നൽകിയിരിക്കുന്നവയാണ് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതായത് ഇന്ത്യയിലെ രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയത്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ പത്രത്തിലൊക്കെ നല്ല വായനയുള്ളവർക്ക് ഇപ്പോൾ ഉത്തരം പറയും. നോക്കി, അതിന് തെറ്റായിട്ടുള്ള പ്രസ്താവന ഒഴിക്കണം. നോക്കി, രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 5 വർഷമാണ് കാലാവധി. ഏതൊക്കെയാണ് ശരി എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, രാജ്യസഭയിൽ 12 അംഗങ്ങളാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ശരിയാണോ പറഞ്ഞത്? രാജ്യസഭയിൽ 12 അംഗങ്ങളാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. 12 പേരെ ചെയ്യുന്നുള്ളോ? ഉള്ളോ? ആലോചിച്ച് നോക്കി, 12 പേരാണോ ചെയ്യുന്നത്? ആണോ? അല്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ്.
ഇനി ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു കേട്ടോ, ആ പോയിന്റ് ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഉപരാഷ്ട്രപതി അല്ല അധ്യക്ഷം വഹിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയാലോ, 5 വർഷമാണെന്ന് അറിയാലോ. അറിയത്തില്ലേ? 5 വർഷം കഴിയുമ്പോഴല്ലേ ഇലക്ഷൻ വരുന്നേ അല്ലേ? അത് ഓർമ്മയില്ലേ? ഓക്കെ, അതറിയാം. അങ്ങനെയാണെങ്കിലുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടോ 4ാമത്തെ ഓപ്ഷൻ ശരിയാണെങ്കിൽ നിങ്ങൾ നോക്കി 1ഉം എയും സിയും വെട്ടിക്കളയാം. പിന്നെ നമുക്ക് ബിയും ഡിയിലും ഓടിയാൽ മതി. നോക്കി ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നില്ലെന്ന് അറിയെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ബിയിലോട്ട് ഉത്തരം ചാടിക്കയറിപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി നോക്കുകയാണെങ്കിൽ ഉത്തരവിലോട്ട് എത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എന്താണ് എത്തി. അതിൻ്റെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദി കറക്റ്റ് ആൻസർ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രോബിലിറ്റി കൂട്ടുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം നോക്കി, ഇപ്പം നമ്മുടെ കഴിഞ്ഞതല്ലേ, നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാം. അതൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റ് ആധോസഭയാണ് നമ്മുടെ ലോക്സഭ. ഓക്കെ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭ തന്നെയാണ്. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപീകൃതമായത്. 1952 മെയ് 13 ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ലോകസഭയുടെ പർവ്വതാനിയുടെ നിറം പച്ച കേട്ടോ. ലോകസഭയുടെ പർവ്വതാനിയുടെ നിറം പച്ചയാണ്. ഇനി കുതിര അടയാളത്തിൽ ആകൃതിയുടെ സീറ്റുകളിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് നോക്കിയിട്ട് പോകണം. പ്രസിഡൻ്റാണ്. പിരിച്ചു വിടുന്നതും പ്രസിഡന്റ് കേട്ടോ. വിളിച്ചു കൂട്ടുന്നതും പിരിച്ചു വിടുന്നതും ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഇനി ലോകസഭാ അംഗമായ ആദ്യ മലയാളി ആരാണ്? നമ്മുടെ അനിമസ്കിൻ അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥനാണ് ആദ്യ മലയാളികൾ കേട്ടോ. ലോകസഭാ അംഗമായ ആദ്യ മലയാളികൾ 2 പേരുണ്ട്. ആരാണ്? അനിമസ്കിൻ അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥനുണ്ട്. ഇനി ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ഒരു പ്രതിനിധിയെ മാത്രമാണ് അവർക്ക് അവരുടെ സംസ്ഥാനത്ത് നയിക്കാൻ പറ്റുന്നത്. മിസോറാം, നാഗാലാൻഡ്, സിക്കിം. അതുപോലെ ലോകസഭയുടെ കാലാവധി 5 വർഷം. 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരുന്നത്. സോ ലോകസഭയുടെ ലോകസഭാ അംഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷം തന്നെയാണ്. അടുത്ത ലോകസഭാ അംഗമുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സായിരിക്കണം. നോക്കിയിട്ട് വേണം പോകാൻ. ചോദിക്കുന്ന കേട്ടോ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. ലോകസഭാ അംഗമുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ഈ ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 550 ഇപ്പോഴത്തെ അംഗസംഖ്യ 543. പരമാവധി അംഗസംഖ്യ 550 ഇപ്പോൾ 543 പേരാണുള്ളത്. ലോകസഭ അംഗസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം നോക്കിയിട്ട് വേണം പോകാൻ. ഉത്തർപ്രദേശാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇനി കേരളത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട് ലോകസഭയിലോട്ട് അറിയാവോ? പത്രമൊക്കെ വായിക്കുന്നവർക്ക് അറിയാം. വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. എത്ര ഉണ്ട് കേരളത്തിൽ? ബെസ്റ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി 40യോ എത്രയാ? കേരളത്തിൽ ലോകസഭാ മണ്ഡലത്തിലേക്ക് എത്ര സീറ്റുകളുണ്ട് ഇവിടുന്ന്? 24? കേരളത്തിൽ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര ഉണ്ട്? എത്ര ഉണ്ട്? 20 കേട്ടോ. അത് ശരി. ഓക്കെ, ഓർത്തിരിക്കണം കേട്ടോ. രാജ്യസഭാ അംഗസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കിടക്കുന്നു കണ്ടോ. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ഇനി കേരളത്തിലുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 കേട്ടോ. മാറിപ്പോലെ. ലോകസഭയാണെങ്കിൽ 20, രാജ്യസഭയാണെങ്കിൽ 9. 20, 9 കേട്ടോ. 20ൻ്റെ നേർപ്പകുതി ഒന്ന് കുറച്ചാൽ മതി എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലോകസഭയാണെങ്കിൽ എന്താണ് 20. ലോകത്തിൽ മൊത്തമാണെങ്കിൽ 20 വേണം. രാജ്യത്തിലോട്ട് വരുമ്പം ചെറുതിലേക്ക് വരുമ്പം അതിൻ്റെ പകുതിയിൽ നിന്ന് കുറയ്ക്കുക, 9 എടുക്കുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപസഭ രാജ്യസഭയാണ്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3 രാജ്യസഭ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13 ഇനി രാജ്യസഭയുടെ പർവ്വതാനിയുടെ നിറം എത്രയാണ്? ചുവപ്പാണ്. പച്ച ആരുടെയായിരുന്നു? പച്ച ഇപ്പോൾ കേട്ടതാ. പച്ച ആരുടെയാ? ലോകസഭയുടെ കേട്ടോ. ഓർത്തിരിക്കണം. ലോകസഭയുടെ പർവ്വതാനിയുടെ നിറം പച്ച. രാജ്യസഭയുടെ പർവ്വതാനിയുടെ നിറം ചുവപ്പ് കേട്ടോ. മറന്നുപോലെ. അർദ്ധവൃത്താദികൾ സീറ്റുകൾ സംവിധാനം ചെയ്യപ്പെട്ടത് രാജ്യസഭയിലാണ്. കുതിരയുടെ ആണെങ്കിലോ എവിടെയാണ്? കുതിരയാണെങ്കിൽ ലോകസഭ കേട്ടോ. മാറുന്ന കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അർദ്ധവൃത്താദിയിലാണെങ്കിൽ അവിടെ രാജ്യസഭ, കുതിരയുടെ ആണെങ്കിൽ ലോകസഭ. ഇനി കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ മേഖലയിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഒരു ധനകാര്യ ബിൽ എത്ര ദിവസം വരെ കൈവശം വെക്കാൻ രാജ്യസഭയ്ക്ക് കഴിയും? 14 ദിവസം വരെ വെക്കാനായിട്ട് കഴിയുള്ളൂ. രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാനാണ് കേട്ടോ. രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാനാണ്.
അതുപോലെ തന്നെ ഈ പോയിന്റുകളെല്ലാം നോക്കണം. ലോകസഭയിലേക്ക് നാമനിർദ്ദേശിക്കപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ് ആണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശിക്കപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കറാണ്. ഈ പുള്ളി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പുള്ളിക്കാരനെ, സർദാർ KM പണിക്കറിനെ എവിടെയോ എന്തോക്കെ വിപ്ലവത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു കണ്ടത്? ആരുടെ വിപ്ലവത്തിൽ? എന്നാ പറഞ്ഞു? ഞാനൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ആരെയൊക്കെ പറ്റിയോ? ഓർമ്മയില്ലേ? പഴശ്ശിരാജയെ എന്നാ വിളിച്ചു? കേരള സിംഹം എന്ന് വിളിച്ച വ്യക്തിയാണ് സർദാർ KM പണിക്കർ കേട്ടോ. വെരി ഗുഡ്. അതൊക്കെ ഓർമ്മയാണ് കേട്ടോ. ഒരു പേര് കേൾക്കുമ്പോൾ അവരെ എല്ലാം കണക്ട് ചെയ്ത് ഓർത്തോണം കേട്ടോ. അടുത്ത ലോകസഭയിലേക്ക് നാമനിർദ്ദേശിക്കപ്പെടുന്ന ആദ്യ വനിത മജോറിയ ഗോഡ്ഫ്രെ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശിക്കപ്പെടുന്ന ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേൽ കേട്ടോ. പേരുകളൊക്കെ ഓർത്തിരിക്കണം. ഇനി രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. രാജ്യസഭ അധ്യക്ഷൻ ചെയർമാനാണ്. അതിൻ്റെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ S രാധാകൃഷ്ണനാണ്. രാജ്യസഭ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണനാണ്. ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ ചെയർമാനായിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. രാജ്യസഭയുടെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ SV കൃഷ്ണമൂർത്തി റാവു കേട്ടോ. രാജ്യസഭയുടെ ചെയർമാൻ്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ SV കൃഷ്ണമൂർത്തി റാവു ആണ്. ഇനിയും രാജ്യസഭാംഗം രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? ചെയർമാനാണ്. ലോകസഭാംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്കാണ്. രണ്ടും നോക്കണം. രാജ്യസഭാംഗം രാജിക്കത്ത് നൽകുന്നത് ചെയർമാനും ലോകസഭാംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്കുമാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി MM ജേക്കബ് ആണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ രണ്ടാമത്തെ മലയാളി PJ കുര്യനാണ് കേട്ടോ. PJ കുര്യനാണ് രണ്ടാമത്തെ മലയാളി. ഇനി രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ലോകസഭയാണെങ്കിൽ പരമാവധി അംഗസംഖ്യ എത്രയായിരുന്നു? 550 കേട്ടോ. ഓർത്തിരിക്കണം. ലോകസഭയാണെങ്കിൽ 550, രാജ്യസഭയാണെങ്കിൽ 250. അതും കണ്ടോ, പകുതിക്ക് അടുത്തേ വരുന്നുള്ളൂ കേട്ടോ. ഓർത്തിരിക്കണം. ഈ രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245 ലോകസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 543 കേട്ടോ. കണക്ട് ചെയ്തൊരു ചാർട്ട് പോലെ രണ്ട് ലോകസഭ രാജ്യസഭ എന്നിങ്ങനെ വരച്ച് എഴുതാമെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ആരെങ്കിലും കനിവുള്ളവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എഴുതിയിട്ടാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ ഉപരാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം? 12 പേരെ കേട്ടോ. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ ഉപരാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം? 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. എത്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാധാന്യമുള്ളത്? ഡൽഹിക്കും പുതുച്ചേരിക്കും ജമ്മു കാശ്മീരിലും. അപ്പോൾ 3 എണ്ണത്തിനാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് രാജ്യസഭയിൽ പ്രാധാന്യമുള്ളത്. രാജ്യസഭയുടെ കാലാവധി ഇല്ല കേട്ടോ. കാലാവധി നമ്മുടെ രാജ്യസഭയ്ക്കില്ല. അടുത്തത് രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം കേട്ടോ. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. അതിലേക്കുള്ള കുറഞ്ഞ പ്രായം 30. ലോകസഭയിലേക്കുള്ള കുറഞ്ഞ പ്രായം 25 രാജ്യസഭയിലേക്കുള്ള കുറഞ്ഞ പ്രായം 20. ലോകസഭയിലേക്കുള്ളത് 25, രാജ്യസഭയിലേക്കുള്ളത് 30 കേട്ടോ. കണക്ട് ചെയ്ത് പഠിക്കാം. രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോനാണ്. കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനു കേട്ടോ. ഭാരതി ഉദയഭാനുവാണ്. അടുത്തത് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു. അതായത് കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യ മലയാളിയുടെ കൃതി തന്നെയാണ് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി കേട്ടോ. ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഇത്? നമ്മൾ പഠിച്ചതാ. അതാരുടെ? ഓക്കെ, ഭട്ടതിരിപ്പാട് കേട്ടോ. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കൃതി എഴുതി കേട്ടോ. നമ്മുടെ ഇതിനകത്ത് തന്നെ കണ്ടല്ലേ, VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന കൃതി എഴുതിയെന്നൊക്കെ നമ്മൾ കണ്ടോ. അപ്പോൾ ഇതൊക്കെ വേണം തിരിഞ്ഞു മറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് വേറൊരു VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്നായിരുന്നു? അപ്പോൾ ചുമ്മാ ചോദിച്ചതാ, പഠിച്ചോന്ന് അറിയാണ്ട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. ഓക്കെ, കണ്ണീരിങ്കിനാവും കേട്ടോ. യെസ്, വെരി ഗുഡ്. നമുക്ക് ആർക്കും ഇഷ്ടമല്ലേ കണ്ണീര് കാണുക എന്നല്ലേ? കണ്ണീര് നമുക്ക് ഇഷ്ടമല്ലല്ലോ. ഓർത്തിരിക്കണം. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരിങ്കിനാവും കേട്ടോ. ഓർത്തിരിക്കണം. 1970 പുറത്തിറക്കിയെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 140. സംസ്ഥാന നിയമസഭയുടെ പരമാവധി അംഗസംഖ്യ 500. സംസ്ഥാന നിയമസഭയുടെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 60. സംസ്ഥാന നിയമസഭയുടെ നിയമസഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷം കേട്ടോ. 5 വർഷമാണ് മിക്കയിടത്തും ഉള്ളത്. പക്ഷേ രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധിയാണ് 6 വർഷം വരുന്നത് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ നിയമസഭാ അംഗമായുള്ള കുറഞ്ഞ പ്രായം 25. നമ്മുടെ ലോകസഭാ അംഗമായുള്ള കുറഞ്ഞ പ്രായവും 25 തന്നെയാണ് കേട്ടോ.
രാജ്യസഭയാണെങ്കിൽ കുറഞ്ഞ പ്രായം 30 കേട്ടോ. അടുത്തത് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയാണ് ഉത്തർപ്രദേശ്. നോക്കിയിട്ട് വേണം പോകാൻ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാന നിയമസഭയാണ് ഉത്തർപ്രദേശ് കേട്ടോ. ഓർത്തിരിക്കണം, മറന്നുപോലെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണവും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും നമ്മുടെ ഈ ഉത്തർപ്രദേശാണ് കേട്ടോ. ഇനി ഏറ്റവും കുറവ് അംഗങ്ങളുള്ള സംസ്ഥാനം എവിടെയാണ്? നമ്മുടെ സിക്കിമിലാണ് കേട്ടോ. സിക്കിമിലാണ് ഏറ്റവും കുറവ് അംഗങ്ങളുള്ള സംസ്ഥാനം കേട്ടോ. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന് നിലവിലെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്കിന് നിലവിലെ ഗവർണർ ആരാണ്? ഉർജിത് പട്ടേലാണോ, ശക്തികാന്ത് ദാസ് ആണോ, CD ദേശ്മുഖ് ആണോ, രഘുറാം രാജനാണോ? നിലവിലെ ചെയർമാൻ ആരാണ്? പത്രം വായിക്കുന്നവർക്കറിയാം ആരാണ്? നമ്മുടെ ശക്തികാന്ത് ദാസ് കേട്ടോ. ശക്തികാന്ത് ദാസ് ആണ് നിലവിലെ ചെയർമാൻ. ഓക്കെ, ഓർത്തിരിക്കട്ടെ. അടുത്താണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ. അടുത്തോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓക്കെ. ഇനിയും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നും RBIയുടെ ഒക്കെ പേരുണ്ട് കേട്ടോ. ബാങ്കേഴ്സ് ബാങ്ക് എന്നും എന്തുണ്ട്? നമ്മുടെ RBIക്ക് പേരുണ്ട് കേട്ടോ. അടുത്ത് നോക്കി, RBIയുടെ ആദ്യ ഗവർണർ സർ ഓസ്വാൾ സ്മിത്ത് ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബെനർഗൽ രാമ റാവു ആണ്. ഏറ്റവും കുറച്ച് കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് അമിത് ഭാവ് ഘോഷാണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ കാലം അമിത് ഭാവ് ഘോഷാണ്. ഇനി ഇന്ത്യയുടെ കറൻസി നോട്ടിൽ RBI ഗവർണർ എത്ര ഭാഷകളിൽ ഒപ്പുവെക്കുന്നു? നോക്കി വെക്കണം. നമ്മുടെ ഏത് നോട്ട് എടുത്താലും നമുക്ക് കാണാം നമ്മുടെ RBIയിലെ ഒപ്പ് കാണും അല്ലേ? നമ്മുടെ ഗവർണർ ഒപ്പ് കാണാം. അതിൽ 2 ഭാഷയിലാണ് ഒപ്പിടുന്നത്. ഒന്ന് ഇംഗ്ലീഷിലും 2 ഹിന്ദിയിലും കേട്ടോ. ഓർത്തിരിക്കണം. നമ്മുടെ ഇന്ത്യൻ കറൻസി നോട്ടിൽ RBI ഗവർണർ 2 ഭാഷയിലാണ് ഒപ്പുവെക്കുന്നത്. ഒന്ന് ഹിന്ദിയിലും 2 ഇംഗ്ലീഷിലും കേട്ടോ. നിങ്ങളൊരു നോട്ടെങ്കിലും എടുത്ത് നോക്കിയാൽ മതി. ഒരു ഒപ്പ് അതിൻ്റെ തൊട്ട് താഴെ ഗവർണർ എന്നും എഴുതി വെച്ച് കാണാൻ സാധിക്കും കേട്ടോ. അടുത്ത ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി കേട്ടോ. ₹1 നോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കാണുന്നില്ല. ഇവിടെ 2-3 പിള്ളേർ വന്നാണ്, അതൊന്നും കാണുന്നില്ല ഇവിടെ. അല്ലെങ്കിൽ ഞാൻ അടുത്ത് കാണിക്കായിരുന്നു കേട്ടോ. ഒക്കെ ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. നിലവിലെ ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ കേട്ടോ. TV സോമനാഥനാണ് നിലവിലെ ധനകാര്യ സെക്രട്ടറി കേട്ടോ. ഓർത്തിരിക്കണം, TV സോമനാഥനാണ് നിലവിലെ ധനകാര്യ സെക്രട്ടറി. അടുത്തത് ആദ്യമായി കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണർ ജെയിംസ് ടെയ്ലർ ആണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണർ ജെയിംസ് ടെയ്ലർ ആണ്. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കേട്ടോ. നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായം തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ആധുനിക രീതിയിലൂടെയുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇനി RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് കേട്ടോ. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇനിയും എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പ് അല്ലെങ്കിൽ IMFന്റെ ലേക്ക് നിയമിതനായ മുൻ RBI ഗവർണർ രഘുറാം രാജൻ കേട്ടോ. ഓർത്തിരിക്കണം, രഘുറാം രാജനാണ് നമ്മുടെ IMFന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണർ. I Want I Do എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്ക് അലഹമ്മദാബാദ് ബാങ്ക് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്ക് അലഹബാദ് ബാങ്കാണ്. 1865-ലാണ്. ഇനി പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങുന്ന ആദ്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കേട്ടോ. ഇപ്പോഴും നിലവിലുണ്ട്. 1995-ലാണ് തുടങ്ങിയത്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബാണ്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത് ലാലാ ലജ്പത് റായ് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത് നമ്മുടെ ലാലാ ലജ്പത് റായ് കേട്ടോ. ഓർത്തിരിക്കണം. അടുത്തത് RBI നാൾ വഴികൾ. നോക്കി, RBI നാൾ വഴികൾ. RBI രൂപീകൃതമായി ശുപാർശ ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യാങ് കമ്മീഷൻ. 1926-ലാണ് അത് നിലവിൽ വന്നത്. ഹിൽട്ടൺ യാങ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേര് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് കേട്ടോ. ഇത് നോക്കിയിട്ട് വേണം പോകാൻ. ഹിൽട്ടൺ കമ്മിറ്റി ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരെങ്ങനെയാണ്? നമ്മുടെ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞ പേരിലായിരുന്നു. ഇനിയും റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയ വർഷം 1934-ലാണ്. റിസർവ് ബാങ്ക് വരാൻ കാരണമായ നിയമം RBI ആക്ട് 1934-ലാണ്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്
35 ഏപ്രിൽ 1-നാണ്. റിസർവ് ബാങ്കിൻ്റെ ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1-നാണ്. ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എന്ന് മുതൽ ഇന്ന് വരെയാണ്. അറിയാവോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കപ്പോഴും ചോദിക്കുന്ന RBI ഇന്ത്യൻ സാമ്പത്തിക വർഷം കണക്കിലാക്കുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? നമുക്കിപ്പോഴും നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് നമുക്കെല്ലാം പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം കയറിയത് അല്ലേ? ഓർത്തിരിക്കണം, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ കേട്ടോ. നമ്മുടെ RBI സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. RBI ഇന്ത്യൻ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഒരു വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്തത് റിസർവ് ബാങ്ക് ചിഹ്നത്തിലുള്ള മൃഗം കടുവ കേട്ടോ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന കേട്ടോ. ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്, ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. ഇനി വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് കേട്ടോ. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ റിസർവ് ബാങ്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇനി കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കേട്ടോ. തിരുവനന്തപുരത്ത് നമുക്ക് ആ റോഡിൽ കൂടി നമ്മുടെ എയർപോർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് നമ്മുടെ ബാങ്കിനെ പറ്റിയും പഠിക്കാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ തീർന്നു കേട്ടോ. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സയൻസിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ? ഒരു 60 മാർക്ക് അറ്റ്ലീസ്റ്റ് കിട്ടത്തില്ലേ? എങ്ങനെ കളിച്ചാലും കിട്ടത്തില്ലേ? ഓക്കെ, കിട്ടും കേട്ടോ. ഒന്ന് ശ്രമിക്കും.